ഇൻകുലാബ് 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 സിന്ദാബാദ് ഇൻകുലാബ് 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 സിന്ദാബാദ്. സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന മെമ്പർമാർ, ഇവിടുത്തെ ചുമതലക്കാർ എന്നുകൂടി നിശ്ചയിച്ച DC-യുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള തുളസിദാസ് മേനോൻ, സുബ്രഹ്മണ്യേട്ടൻ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ നയങ്ങളെ സംബന്ധിച്ചും ആ നയങ്ങൾ നടപ്പിലാക്കാനുള്ള കമ്മിറ്റിയും ചുമതലക്കാരുമൊക്കെ തീരുമാനിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പാർട്ടിയിലും വളരെ അപൂർവം ചില പാർട്ടികളിലേ ഉള്ളൂ. അവരവകാശപ്പെടുന്നത് അങ്ങനെയാണ്. നിങ്ങളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇങ്ങനെ ബ്രാഞ്ച് തലം തൊട്ട് അടിസ്ഥാന ഘടകം തൊട്ട് സമ്മേളനങ്ങൾ നടത്തുകയും പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചർച്ചകൾ നടത്തുകയും ചർച്ചകളിലൂടെ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്രമം ഇത്തരം പാർട്ടികളിൽ ഉണ്ട് എന്നത് ഒരു ഗവേഷണം നടത്തേണ്ട വിഷയമാണ്. ഇല്ല എന്നതാണ് അനുഭവത്തിൽ നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഞാൻ ഒരുപാട് കാര്യം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായ സംഘടനാ പ്രവർത്തനങ്ങളിലെ ഒന്നാണ് ഈ സമ്മേളനം എന്ന സമ്മേളനത്തിൽ അത് സൂചിപ്പിച്ചതാണ്. ഇന്ന് എൻ്റെ കൈവശം കിട്ടിയ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, നിങ്ങളും ചിലർ കണ്ടു കാണും. ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. KPCCയുടെ അധ്യക്ഷനെ മാറ്റുക, പകരം പുതിയൊരാളെ നിയമിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ കുറെ കാലമായി കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ഡലം കമ്മിറ്റികളുണ്ടാവും കോൺഗ്രസ് പാർട്ടിക്ക്, അതിൻ്റെ മുകളിൽ ബ്ലോക്ക് ഉണ്ടാവും, ജില്ലയുണ്ടാവും. അതിൻ്റെ ഒന്നും ഭാരവാഹികളെ നമ്മൾ ചെയ്യുന്നത് പോലെ സമ്മേളനങ്ങൾ കൂടി ചർച്ചകളിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു നടപടിക്രമവും അവർക്കില്ല. എല്ലാം നോമിനേറ്റ് പോസ്റ്റിലിരിക്കുന്നവരാണ്. നമ്മൾ ജനാധിപത്യമില്ലാത്തവരും അവർ ജനാധിപത്യത്തിൻ്റെ വലിയ ആളുകളും എന്ന് അവകാശപ്പെടാം. പ്രസംഗങ്ങളിലൂടെ അതാണ് നയം എന്ന് തീരുമാനിച്ച് അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ശൈലിയും ശീലവുമാണ് അവർ പലരും തുടരുന്നത്. അവരുമായി അടുത്ത ബന്ധം നിൽക്കുന്ന ആളുകളെ അരവകളെ തിരഞ്ഞെടുത്ത മുന്നോട്ട് പോകുന്ന സംഘടനാ രീതി അതല്ല നമ്മുടെ പാർട്ടിയുടേത്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കടമ നിർവഹിക്കുന്ന സമ്മേളനമാണ് നിങ്ങൾ പങ്കെടുക്കുന്നത് എന്ന അഭിമാനബോധം നമുക്കെല്ലാം ഉണ്ടാവണം. ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് നേരെ കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം രാഷ്ട്രീയ ചർച്ചയ്ക്ക് സഹായകരമായ ലോകകാര്യങ്ങളെക്കുറിച്ചും രാജ്യത്തിൻ്റെ സ്ഥിതികളെക്കുറിച്ചും നാം ജീവിക്കുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു പോകേണ്ടതുണ്ട്. സാധാരണ സമയമെടുത്ത് അങ്ങനെ ഒരു കടമ നിർവഹിക്കുന്നതിൽ എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയുമോ എന്ന ആശങ്ക എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചാൽ
ഒരു കുറവുമില്ലാതെ അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹപ്രവർത്തകരായ എൻ്റെ സഹപ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരത് പൂർത്തിയാക്കും, നികത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവസാനമില്ലാതെ സംഘർഷവും യുദ്ധവും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഗൗരവമായി തന്നെ നാം കാണേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. അമേരിക്കയിലെ ട്രംപ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്ന വിഷയവും അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന നയ നടപടികളും ലോകത്തിൻ്റെ പല രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയെ സാരമായി പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. പുതിയ ലോകത്ത് കേവലം അണുവായുധങ്ങൾ കൊണ്ട് മാത്രമുള്ള യുദ്ധമല്ല, സാമ്പത്തിക യുദ്ധങ്ങളും കോർപ്പറേറ്റ് മുതലാളിത്ത ശക്തികൾ സ്വീകരിക്കുന്നൊരു കാര്യമാണ് എന്നത് ഒരു വസ്തുതയാണ്. പൊതുവിൽ അമേരിക്കയിലും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും തീവ്ര വലതുപക്ഷ വർഗീയ ശക്തികൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്, മുൻതൂക്കം നേടിയിട്ടുണ്ട്. അത് വലിയ അപകട സൂചനയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേ അവസരം അങ്ങനെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതീക്ഷയും വകയില്ല ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് എന്ന നിലയിലേക്കൊന്നും നമ്മൾ പോയിക്കൂടാ. ലോകത്തിൽ എവിടെയായാലും കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ബാധ്യസ്ഥരാണ് നമ്മൾ സാർവദേശീയ ബോധമുള്ളവരായതുകൊണ്ട്. അതുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ 19 കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ചേർന്നതാണ് ലാറ്റിൻ അമേരിക്ക. അവിടെ 12 ഇടതുപക്ഷങ്ങൾക്കാണ് മുൻതൂക്കമുള്ളത്. ചൈനയിലും നമ്മൾ ഏറെ അഭിമാനത്തോടെ പിന്തുണ നൽകി സംരക്ഷിച്ച ക്യൂബയിലും വീര വിയറ്റ്നാമിലും പ്രത്യേക രീതിയിലാണ് അവിടെ സോഷ്യലിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്തത്തിന്റെയും പാതയിൽ നിന്ന് വ്യത്യസ്തമായ നയങ്ങളും നിലപാടുകളും സ്വീകരിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ കുറേയും ലാഭസമൊക്കെ ഉണ്ട്. അങ്ങനെ ലോകത്തിന്റെ പ്രധാനപ്പെട്ട മറ്റു ഭാഗങ്ങളിലും വലതുപക്ഷ വർഗീയ ശക്തികളുടെ ആധിപത്യവും അഴിഞ്ഞാട്ടവും അങ്ങനെ നടക്കുന്നു എന്ന തെറ്റിദ്ധാരണയിലും തെറ്റായ വിലയിരുത്തലിൽ നമുക്ക് പോകാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ശ്രീലങ്കയിലായിരുന്നു. തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനാണ് അവിടെ ഇപ്പോൾ പ്രസിഡന്റായി അധികാരത്തിൽ വന്നത്. 2 ദിവസം മുമ്പ് മെയ് ദിനം ആചരിക്കുമ്പോൾ അവിടുത്തെ ഭരണകക്ഷി സംഘടിപ്പിച്ച മെയ് ദിന റാലിയിലാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കെടുത്തതും സംസാരിച്ചത്. മുമ്പൊരിക്കൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും തുടർന്ന് കിഴക്കൻ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളുടെയും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെയും തകർച്ചയും ഒക്കെ ഉണ്ടായപ്പോൾ കഴിഞ്ഞു, ഇനി കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല, മാർക്സിസത്തിന് ഒരു ഭാവിയുമില്ല, സോഷ്യലിസത്തെ കുറിച്ച് മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞ കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അന്നും നമ്മുടെ പാർട്ടി എടുത്ത വളരെ ശരിയായൊരു രാഷ്ട്രീയ വിശകലനമുണ്ട്, വിലയിരുത്തലുണ്ട്. ഇത്
അവിടെ നടപ്പിലാക്കിയ പ്രത്യേക രീതിയുടെ താൽക്കാലികമായ ഒരു തകർച്ചയാണ്. മാർക്സിസത്തിന്റെ പൂർണ്ണമായ നിരാകരണമാണ് എന്ന് അംഗീകരിക്കുന്നില്ല. വളരെ വേഗം അതിജീവിച്ച് മുന്നോട്ട് വരും എന്നു തന്നെയാണ് ഉറക്കെ പറഞ്ഞതും ഉറച്ചു വിശ്വസിച്ചത്. ഇന്ന് ലോകത്തിന്റെ സംഭവഗതികൾ പരിശോധിക്കുമ്പോൾ അത് അന്വർത്ഥമാക്കുന്ന വിധം ധാരാളം സംഭവങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ, നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ. തമാശകളും കളിച്ചിരികളും ഉണ്ടാവും, പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം. സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ, സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം.